ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നത്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്താ സംഭവം എന്നുള്ളത് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു സോഫയാണ് നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇതൊരു എയർ സോഫയാണ്. ഇത് നമുക്ക് സോഫയായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പുറത്ത് പോണ സമയത്ത് നമുക്ക് ഇത് മടക്കി ഇതേപോലെ പെട്ടിയിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് പുറത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ നമുക്കിത് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ബാക്കിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സോഫയായിട്ട് ഇരുന്ന് ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ വീട്ടുകാരായിട്ട് നമുക്ക് വർത്താനൊക്കെ പറയാം. അങ്ങനെയായിട്ട് മൊത്തം അങ്ങനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സോഫയാണ് കേട്ടോ അത്. അതാണ് ഞാനിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്, ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനത് കമൻറ്റായിട്ട് ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ലിങ്ക് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതൊരു അടിപൊളി സോഫയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ഇതൊന്ന് വാങ്ങിക്കാം. പിന്നെ ഇതിന് അധികം റേറ്റും അധികം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ അൺബോക്സിങ് ചെയ്താലോ? അപ്പോൾ നമുക്ക് അൺബോക്സിങ് എന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു നൈഫ് എടുത്തിട്ടുണ്ട്. നൈഫ് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. യെസ്, അങ്ങനെ ഞാൻ അൺബോക്സിങ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് അൺബോക്സിങ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വിചാരിച്ച പോലെ ഇല്ല. ഞാൻ വിചാരിച്ച സിമ്പിളായിരിക്കുന്നതാണ്, പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഉയ്യോ, ഓ ഗൈസ്, ഞാൻ എൻ്റെ ഫുൾ ആരോഗ്യത്തിന് എടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. ഇതാണ് നമ്മുടെ സംഭവം. കണ്ടോ? ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമുക്കിതിനെ എയർ സോഫ ആയതുകൊണ്ട് ഇതിനൊന്ന് വീർപ്പിച്ചെടുക്കണം. എന്നാലും ഇതൊരു സോഫയായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല കട്ടിയുണ്ട് സോഫയ്ക്ക്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇതൊരു സോഫയാണെന്ന്. ഇങ്ങനെ മടക്കി വെച്ചേക്കാണ് നാലായിട്ട്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിതൊരു സോഫയാണെന്ന് തോന്നില്ല. മൊത്തത്തിൽ കണ്ടോ ഗൈസ്, എനിക്കിതൊന്നും മനസ്സിലാവില്ല കണ്ടിട്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതിങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. എയർ ഇതാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടണം. എയർ നിറയ്ക്കാനുള്ള സംഭവമൊന്നും ഇല്ലേ ഇത്? ഓ ഗൈസ്, ഇതിനകത്ത് എയർ നിറയ്ക്കാനുള്ള സംഭവമൊന്നും കാണുന്നില്ലല്ലോ. ഗൈസ്, എനിക്കിതിൻ്റെ മെക്കാനിക്സ് അറിയില്ല. ഷിയോ വന്നിട്ട് വേണം ഇതിൻ്റെ മെക്കാനിക്സ് എന്താണെന്ന് നോക്കാനായിട്ട്. എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഞാൻ ഈ സോഫയിൽ ചെക്ക് ചെയ്തു. ഈ സോഫയിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എയർ സോഫ മാത്രമായിട്ടാണ് വരിക. എയർ ഫില്ല് ചെയ്യാനുള്ള സംഭവം ഇതിനകത്തില്ല. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ എയർ ഫില്ല് ചെയ്യണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഈ സോഫ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സോഫ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാൻ എനിക്കും ആകാംക്ഷയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും അത് കാണാൻ ആകാംക്ഷയുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു എയർ സോഫ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സംഭവമാണ് എയർ സോഫയിലെ എയർ ഫില്ല് ചെയ്യാനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ സോഫയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഹോൾസ് ഉണ്ട്. ഇതുപോലെ ബ്ലാക്ക് ഹോൾസ് ഉണ്ട് ഈ സോഫയിൽ. അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഈ എയറിൽ ഇവിടെ
ഒരു ഓൺ ആക്കണ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ഓൺ ആക്കണ ഒരു ബട്ടൺ ഉണ്ട്. അത് വെച്ചിട്ട് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ തനിയെ ഇതിലേക്ക് പൊക്കോളും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാവും എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇതിലേക്ക് ഈ സോഫയുടെ ഈ ഒരു ബ്ലാക്ക് കാണുന്ന ഹോളിലേക്ക് ഞാനിത് ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കാൻ പോവാണ്. ഒരു ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ശബ്ദം വരുന്നുണ്ട്. സോഫയിലേക്ക് എയർ വരുന്നുണ്ട് കേട്ടോ, എയർ പോകുന്നുണ്ട് സോഫയിലേക്ക്. ഈ ഒരു വശത്തേക്കുള്ള സോഫയുടെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കാണ്. ടൈറ്റായിട്ട് അടച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ എയർ പോവും. ഓക്കെ, ഇപ്പം ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. അടുത്ത സൈഡ് ഇതുപോലെ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഹോൾസ് നോക്കിയിട്ട് വേണം നമ്മളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏത് സൈഡാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ നമുക്ക് അടുത്ത സൈഡിലെ ഹോളിൽ ഫില്ല് ചെയ്യാം. ആയിട്ടുണ്ട് കേട്ടോ, ഇത് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. ഈ സോഫനെ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ചാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തേൽ ഫില്ല് ചെയ്യാം. നിവർത്തി നോക്കാൻ പോവാണ് കേട്ടോ, ഇത് എങ്ങനെയായിരിക്കണേന്ന് എനിക്ക് നല്ല ഒരു ഇതുണ്ട്. അപ്പം അതൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നല്ല നീളം തന്നെയുണ്ട് ഈ സോഫയ്ക്ക്. അത്യാവശ്യം നല്ല നീളം തന്നെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിവർത്തിയിട്ടിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചാൽ എങ്ങനെയുണ്ടെന്ന്. നമുക്കൊന്ന് കിടക്കണമെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാം. വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതേ കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോക്കുക എത്ര വലുതാണ് ഈ സോഫ എന്ന്. ഇതൊരു എയർ സോഫയാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്ക് നിവർത്തി വെച്ചിട്ട് കിടക്കും കൂടെ ചെയ്യാം. അങ്ങനെ ഒരു സ്ലീപ്പ് ഫങ്ഷനും കൂടി ആയിട്ടുള്ള ഒരു സോഫയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഈ സോഫേനെ ഇനി മടക്കി വെക്കാൻ പോവാണ് കേട്ടോ. ഗൈസ് ഞാനിവിടെ ഈ സോഫ വെച്ചിട്ടുണ്ട്. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഒരു എയർ സോഫയ്ക്ക് ഇത്രയധികം ഇത് വരുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതേമാതിരി ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പം ഞാൻ അത് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ സോഫ. നമുക്ക് പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലാണെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ഇത് വെച്ചിരിക്കുക അടിപൊളിയാണ്. നമുക്ക് കിടക്കും ചെയ്യാം. ഇതിനകത്ത് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടക്കി നിവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിടക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളി സോഫ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു സോഫയുടെ അടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഈ രണ്ട് ചെറിയൊരു പില്ലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് അറ്റത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ. നിങ്ങൾക്ക് ഈ സോഫ ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും എനിക്ക് ഈ സോഫ ഇഷ്ടമായി, അടിപൊളിയാണ്. ഇതിനധികം പ്രൈസും വരുന്നില്ല. ആ ഒരു പ്രൈസിന് ചീപ്പ് പ്രൈസാണ് ശരിക്കും ഇത്. ആ ഒരു പ്രൈസിന് ശരിക്കും ഒരു വേർത്താണ് ഈ സോഫ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത് ഞാനൊരു വീഡിയോ ആക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
Follow me for more videos and see you soon in later videos. Bye bye.